നമസ്കാരം സുഹൃത്തുക്കളെ, ഹൊറർ സിനിമകൾ കണ്ട് പേടിച്ചിരിക്കുന്നവർക്കായി ഇതാ പുതിയൊരു ഐറ്റം വന്നിരിക്കുന്നു. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. നെല്ലിക്കാമ്പൊയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെയുള്ളവർക്ക് വല്ലതും പോയിട്ടുണ്ടാകുമെന്ന്. അത്യുൽക്കടേ പുണ്യപാപേ യഹീവ ഫലപുഷ്ടതേ. ഇവിടെ രാത്രി പുറത്തിറങ്ങാൻ പാടില്ല, പ്രേതം പിടിക്കും, കൂളി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കുറെ നാട്ടുകാരുണ്ട്. കൂളിയുടെ പോക്കുവരെ കൊണ്ട് പേടിച്ചിട്ട് താഴെ വീണാന്ന രവീശൻ പറയുന്നത്. കൂളി എന്ന് വെച്ചാൽ രജനീകാന്തിന്റെ കൂലിയല്ല, നമ്മുടെ തനിനാടൻ പ്രേതം. സാധനം വളഞ്ഞത് തന്നെ. ഈ നാട്ടിലേക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നായകൻ മാത്യു വരുന്നത്. വന്ന ഉടനെ തന്നെ ഫ്രണ്ട്സ് ചോദിക്കുന്നത് കുപ്പിയുണ്ടോ എന്നാണ്. നായകൻ പുറമേ മാസാണ്, പക്ഷെ അകമേ പക്ക പേടിത്തൊണ്ടൻ. സ്വന്തം നീയൽ കണ്ടാൽ പോലും മുള്ളിപ്പോകുന്ന ഈ മൊണ്ണയാണ് കാമുകിയുടെ മുന്നിൽ പോയി തള്ളുന്നത്. ഇതൊക്കെ സത്യാണോ? ഓരോരുത്തരുടെ ഭ്രാന്ത്. A few moments later. അപ്പോഴാണ് നാട്ടിൽ പുതിയൊരു പ്രശ്നം വരുന്നത്. ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ കുതിരക്കാലിനെ കണ്ടത്രേ. കുതിരക്കാലൻ എന്ന് വെച്ചാൽ ഒടിയനാണോ എന്ന് ചോദിക്കരുത്, ഇത് അതിലും വലിയ ഐറ്റമാണ്. ഓരോ വീടിന്റെ മുന്നിൽ കോഴിത്തലയും ആടിന്റെ തലയും കെട്ടിത്തൂക്കുന്നു. ബാക്കി ഭാഗമൊക്കെ ഇവൻ തിന്നിട്ട് തല മാത്രം നമുക്കായി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ ഫുൾ സെറ്റപ്പിൽ വെള്ളമടിച്ചു വരുന്നത്. അവൻ ഒരുത്തനോട് തീപ്പെട്ടി ചോദിക്കുന്നു. അവൻ മാന്യമായി കൊടുക്കുന്നു. എന്നിട്ട് താഴെ നോക്കിയപ്പോൾ അതാ കുതിരക്കാലൻ. ബോധം പോകുന്നതിന് മുമ്പ് അവൻ ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞു എന്ന് സംശയമാണ്. എന്തായാലും നന്ദിയുള്ള ഒരു കുതിരക്കാലൻ. എവിടെയാടാ? ഇനി നമ്മുടെ നായകന്റെ വലിയൊരു ട്രാജഡി കേൾക്കണോ? മാത്യു ചെറുപ്പമായിരിക്കുമ്പോൾ അവനെ നോക്കിയിരുന്ന ജാനകി ചേച്ചി അവന് ചോറ് വാരി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അവൻ വേണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് ചേച്ചി തട്ടിപ്പോയി. അന്ന് തൊട്ട് രാത്രിയിൽ ഈ ജാനകിത്തുള്ള പ്രേതമായി വന്ന് ചോറ് തിന്നാൻ പറയും. ചോറ് കഴിക്കടാ. എടാ മരമുണ്ണ, ചേച്ചി അത്രയ്ക്ക് സ്നേഹത്തോടെ കൊണ്ടുവരുന്നതല്ലേ, അതങ്ങ് കഴിച്ചൂടെ? നിനക്കും വിശപ്പടക്കാം, ചേച്ചിക്കും സമാധാനമാകും. ഇതിപ്പോ നായകൻ പേടിച്ചു വിറച്ചു നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ആ കുതിരക്കാലൻ നായികയെ കയറി പിടിക്കുന്നത്. അന്ന് നായികയുടെ വീടിന്റെ തൊഴുത്തിലുണ്ടായിരുന്ന നായകൻ കുതിരക്കാലിനെ കണ്ടതും ബോധം കെട്ട് വീണു. നായിക ഇത് കണ്ടിട്ടില്ല. പിറ്റേന്ന് ഇതറിഞ്ഞ നായകൻ മാസായിട്ട് അവനെ ഞാൻ പിടിക്കും എന്നൊക്കെ പറയും. ഇരുട്ടിനെ പേടിയുള്ള ഈ മരമുണ്ണ തേങ്ങ പിടിക്കും. പക്ഷേ എങ്ങനെയൊക്കെയോ അന്വേഷിച്ച് അവന്റെ ഫോട്ടോ കിട്ടി. വില്ലനാണ് കോമഡി, കുള്ളനായ സർക്കസുകാരൻ. അവന്റെ ഫോട്ടോ നാട് നീളെ ഒട്ടിച്ചു. പിന്നെ അവന്റെ കൂടെ കുതിരക്കാലനെ പിടിക്കാൻ നായികയും പോവും. അപ്പോഴാണ് നായിക അറിയുന്നത് നമ്മുടെ മാത്യു ലോക പേടിത്തൊണ്ടനാണ്. അതോടെ നായിക ബ്രേക്കപ്പായി. മാത്യു ഇപ്പൊ മൂഞ്ചിയിരിക്കുകയാണ്. കുതിരക്കാലന്റെ ഫോട്ടോ ഒട്ടിച്ച ദേഷ്യത്തിൽ അവൻ മാത്യുവിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പടക്കം എറിയുന്നു. മാത്യുവിന്റെ അമ്മയെ ഉപദ്രവിക്കുന്നു. ദരിദ്രവാസി കുള്ളൻ. അവസാനം മാത്യുവിനെ കലിയിളക്കി അവൻ കുള്ളനെ പൂട്ടാനിറങ്ങി. അപ്പോഴാണ് ക്ലൈമാക്സ് വരുന്നത്. ജാനകി ചേച്ചി വീണ്ടും വന്നു. മോനെ ചോറ് കഴിക്കേ. ഇത്തവണ മാത്യു അനുസരണയുള്ള കുട്ടിയായി ചോറ് വാങ്ങി കഴിച്ചു. ആ ചോറ് അകത്തു ചെന്നതും മാത്യു ശക്തിമാനായി മാറി. ആ പഴയ ചോറിന്റെ പവർ കൊണ്ട് അവൻ കുതിരക്കാലിനെ തല്ലിച്ചതച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ആ ചോറങ്ങ് കഴിക്കാൻ. അന്ന് കേട്ടിരുന്നെങ്കിൽ ഈ സിനിമ 10 മിനിറ്റിൽ തീരുമായിരുന്നു. അങ്ങനെ ജാനകി ചേച്ചിയുടെ ചോറ് കൊണ്ട് കുതിരക്കാലനെ ഓടിച്ച മാത്യു നന്മമരമായി മാറുന്നു. ഒരു ചോറിന്റെ ഒക്കെ പവറേ, ശക്തിമാനല്ലേ ആയത്. ഇരുട്ടിനെ പേടിയുള്ള പേടിത്തൊണ്ടൻ ശക്തിമാനായി മാറി. നമുക്കൊക്കെ ആരെങ്കിലും ഈ ചോറ് തന്നിരുന്നെങ്കിൽ. ചോറ് കഴിക്കടാ. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി.